ഹരേ കൃഷ്ണ. മൈത്രേയ ഉവാച സൽസേവനീയോ ബദപൂർവംശോ യല്ലോകപാലോ ഭഗവത് പ്രധാനഃ ബഹുവിധേയാജിതകീർത്തിമാല പദേ പദേ നൂതനശീഷണം. മൈത്രേയ ഉവാച. ശ്രീ മൈത്രേയ മുനി പറഞ്ഞു, സത്സേവനീയ, പരിശുദ്ധ ഭക്തരെ സേവിക്കുവാനുള്ള അർഹത, ബദ, ഓ തീർച്ചയായും, പൂരുവംശം, പൂരുരാജാവിന്റെ പിൻഗാമികൾ, എന്തുകൊണ്ടെന്നാൽ, ലോകപാലഹ, രാജാക്കന്മാർ, ഭഗവത് പ്രധാനഹ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ സേവകരിൽ മുഖ്യൻ, ബഹുവിധ, നിങ്ങളും ജനിച്ചു, ഇഹ, ഇതിൽ, ആജിത, ഭഗവാൻ കീഴടക്കപ്പെടാൻ കഴിയാത്തവൻ, കീർത്തിമാല, അതീന്ദ്രിയ പ്രവർത്തനങ്ങളുടെ ശൃംഖല, പദേ പദേ, പടിപടിയായി, നൂതന യശി, നവനവങ്ങളായിരിക്കുക, അഭീഷണം, എല്ലായ്പ്പോഴും. വിവർത്തന. ശ്രീല പ്രഭാത് ഖീജയ്. മഹാനായ മൈത്രേയ മുനി വിതുരനോട് പറഞ്ഞു, പൂരു രാജകുലത്തിന്റെ മുഴുവൻ പിൻഗാമികളും പരമദിവ്യോത്തമ പുരുഷന്റെ പരമഭക്തരാകയാൽ ആ രാജകുലത്തിന് പരിശുദ്ധരായ ഭക്തന്മാരെ സേവിക്കുവാൻ അർഹതയുണ്ട്. ആ കുടുംബത്തിൽ ജനിച്ച താങ്കളുടെ സംരംഭം ഭഗവാന്റെ അതീന്ദ്രിയ ലീലകൾക്ക് അനുനിമിഷം പുതുമ പകരിക്കുന്നതായതിനാൽ അങ്ങേയറ്റം അത്ഭുതകരമങ്ങളാകുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭാത് ഖിജി. വിതുരന്റെ കുടുംബ മഹത്വം പരാമർശിക്കുക വഴി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന് കൃതജ്ഞത പ്രകാശിപ്പിക്കുകയുമായിരുന്നു മൈത്രേയ മഹാമുനി. പൂരുകുലം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ഭക്തന്മാരാൽ നിറയപ്പെട്ടതാകയാൽ മഹത്വപൂർണമാണ്. അവർ നിർവ്യക്തിത ബ്രഹ്മത്താൽ അല്ലെങ്കിൽ പരമാത്മാവിനാൽ ആകർഷിക്കപ്പെടാതെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാൽ നേരിട്ട് ആകർഷിക്കപ്പെടുന്നവരായതുകൊണ്ടാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പരിശുദ്ധ ഭക്തർക്കും സേവനങ്ങൾ അനുഷ്ഠിക്കാൻ അർഹരാകുന്നത്. വിതുരൻ ആ കുലത്തിലെ ഒരു പിൻഗാമി ആയതിനാൽ ഭഗവാന്റെ നിത്യനൂതനമാർന്ന മഹത്വങ്ങളുടെ വ്യാപനത്തിൽ നിരതനാകുന്നു. അദ്ദേഹത്തെ പോലൊരു മഹാന്റെ സൗഹൃദം മൈത്രേയനെ സന്തുഷ്ടനാക്കി. മൈത്രേയൻ വിതുരന്റെ ചങ്ങാത്തം അങ്ങേയറ്റം ആവശ്യമുള്ളതായി പരിഗണിച്ചു. കാരണം അത്തരം സഹവാസങ്ങൾക്ക് നിദ്രാവസ്ഥയിലുള്ള പ്രവണതകളെ ഉണർത്തി ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലേക്ക് ത്വരിതപ്പെടുത്തുവാനുള്ള സിദ്ധിയുണ്ട്. ശ്ലോകം 2. സോഹം നൃണാം ശുല്ലസുഖായ ദുഃഖം മഹദ്ഗതാനാം വിരമായ തസ്യ പ്രവർത്തയേ ഭാഗവതം പുരാണം യദാഹ സാക്ഷാത് ഭഗവന്നുഷീഫ്യ. സോഹം നൃണാം ശുല്ലസുഖായ ദുഃഖം മഹദ്ഗതാനാം വിരമായ തസ്യ പ്രവർത്തയേ ഭാഗവതം പുരാണം യദാഹ സാക്ഷാത് ഭഗവാനുഷീഫ. സോഹം നൃണാം ശുല്ലസുഖായ ദുഃഖം മഹദ്ഗതാനാം വിരമായ തസ്യ പ്രവർത്തയേ ഭാഗവതം പുരാണം യദാഹ സാക്ഷാത് ഭഗവന്നുഷീഫ്യ. അതെ, അഹം, ഞാൻ, നൃണ, മനുഷ്യജീവിയുടെ, ശുല്ല, വളരെ ചെറിയ, സുഖായ, സുഖത്തിനു വേണ്ടി, ദുഃഖം, മഹത്തായ, ഗതാന, ഉള്ളിൽ പ്രവേശിച്ചു, വിരമായ, ശമനത്തിനു വേണ്ടി, തസ്യ, അവന്റെ, പ്രവർത്തയെ, ആരംഭത്തിൽ, ഭാഗവതം, ശ്രീമദ് ഭാഗവതം, പുരാണം, വൈദിക ഉപഖ്യാനം, ഏത്, ആഹ, പറഞ്ഞു, സാക്ഷാൽ, നേരിട്ട്, ഭഗവാൻ, പരമദിവ്യോത്തമ പുരുഷൻ, ഋഷിഫേയ, മുനിമാർക്കായി. വിവർത്തനം. ശ്രീല പ്രഭാത് കീജയ്. വളരെ ചെറിയ സന്തോഷത്തിനു വേണ്ടി ഭൗതിക ദുഃഖങ്ങളുടെ കുരുക്കുകളിൽപ്പെട്ട് ഉഴലുന്നവരുടെ രക്ഷയ്ക്കായി ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ നേരിട്ട് ഉര ചെയ്ത ഭാഗവത പുരാണം ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങട്ടെ. ഭാവാർത്ഥം. ശ്രീല പ്രഭാത് ഖിജി. ശ്രീമദ് ഭാഗവതം മനുഷ്യ സമൂഹത്തിന്റെ മുഴുവൻ പ്രശ്ന പരിഹാരത്തിനായി പ്രത്യേകം രചിക്കപ്പെട്ടതും ഗുരുശിഷ്യ പരമ്പരയിലൂടെ കൈവന്നതുമാകയാൽ മൈത്രേയ മഹാമുനി അതുതന്നെ പറയുവാൻ ആലോചിച്ചു.
ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരുടെ സഹവാസത്തിൽ ശ്രീമദ് ഭാഗവതം ശ്രവിക്കുവാൻ ഭാഗ്യമുള്ള ഒരുവന് മാത്രമേ അവസരം കിട്ടുകയുള്ളൂ. ഭൗതിക ശക്തിയുടെ സ്വാധീനത്താൽ ഭൗതിക സുഖത്തിന്റെ കേവലം ഒരു ചെറു കഷണത്തിനു വേണ്ടി നിരവധി ക്ലേശങ്ങളുടെ ബന്ധനത്തിൽപ്പെട്ട് അകപ്പെട്ട് വലയുകയാണ് ജീവസത്തകൾ. ഈ അകപ്പെടുത്തൽ അറിയാതെ അവർ ഫലേച്ഛ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ആത്മാവും ശരീരവും ഒന്നാണെന്ന മിഥ്യാവിചാരം മൂലം അവർ വിഡ്ഢിത്തത്തിൽ പല തെറ്റായ ആകർഷണ ബന്ധങ്ങളുടെയും കുരുക്കുകളിൽ വീഴുന്നു. ഭൗതികമായ വസ്തുവകകളുമായി ശാശ്വതമായി ഇടപെടാമെന്ന് അവർ കരുതുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള വളരുന്ന ഈ മിഥ്യാസങ്കല്പം അതിശക്തമാകയാൽ ഒരു വ്യക്തി ജന്മങ്ങൾ തോറും തുടർച്ചയായി ഭഗവാന്റെ ഭൗതിക ശക്തിക്ക് കീഴിൽ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ഒരുവന് ഭാഗവതം എന്തെന്ന് നിശ്ചയമുള്ള ഒരു ഭാഗവത ഭക്തനുമായും ഭാഗവത ഗ്രന്ഥവുമായും ബന്ധപ്പെടുത്തിയാൽ ആ ഭാഗ്യവാന് ഭൗതികമായ കുരുക്കുകളിൽ നിന്ന് മോചനം നേടാം. ആകയാൽ മൈത്രേയ മഹാമുനി ലോകത്തിലെ മുഴുവൻ ക്ലേശിക്കുന്ന മനുഷ്യരോടുമുള്ള സഹതാപത്താൽ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ആദ്യമായും അവസാനമായും ശ്രീമദ് ഭാഗവതം ആലോചിച്ചു പറയുവാൻ തീരുമാനിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കണ്ടന്റ് പറയൂ മാതാജി. മൈത്രേയ മുനി വിതുരരോട് പറഞ്ഞു, പൂരുകുലത്തിലെ മുഴുവൻ പിൻഗാമികളും പരമദിവ്യോത്തമ പുരുഷന്റെ പരമഭക്തരാകയാൽ ആ രാജകുലത്തിന് പരിശുദ്ധമായ ഭക്തന്മാരുമായി സേവിക്കാൻ അർഹതയുണ്ട്. എന്ന് പറഞ്ഞാല് ഭഗവാനുമായിട്ട് അത്ര ബന്ധമുള്ള ആളുകൾക്ക് മാത്രമേ നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കാനും ഭാഗവതം പോലെയുള്ള പുസ്തകങ്ങൾ വായിക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കത്തുള്ളൂ. അവരുടെ മഹത്വം ഉള്ളത് കൊണ്ടാണ് മൈത്രേയ മുനി വിതുരരുമായിട്ട് കൂട്ടുപിടിക്കാമെന്നുള്ള വിചാരം വന്നതും അത്തരം ഭാഗവതത്തിന്റെ കഥകൾ പറയാൻ കൂടുതൽ സംശയങ്ങൾ വിതുരര് ചോദിച്ചപ്പോൾ അതിന്റെ എല്ലാം മറുപടികൾ പറയാമെന്നുള്ള സമ്മതിച്ചത്. പിന്നെ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിന്റെ മുഴുവൻ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായി രചിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഗുരു ശിഷ്യ പരമ്പരയിലൂടെ കൈവന്നതാകയാൽ മൈത്രേയ മഹാമുനി അതുകൊണ്ട് തന്നെയാണ് അത് പറയാമെന്ന് തീരുമാനിച്ചത്. ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരുടെ സഹവാസത്തിൽ ശ്രീമദ് ഭാഗവതം ശ്രവിക്കുവാൻ ഭാഗ്യമുള്ള ഒരുവന് മാത്രമേ ഇതിനുള്ള അവസരം കിട്ടുകയുള്ളൂ. ഭൗതിക ശക്തിയുടെ സ്വാധീനത്തിൽ ഭൗതിക സുഖത്തിന്റെ ഒരു ചെറിയ കണ്ണികൾ കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം പാവങ്ങൾ ചെയ്യുന്ന സാധാരണയായ ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ. എന്നാൽ ഭക്തന്മാർ അങ്ങനെയല്ല. അവർക്ക് ഭാഗവതത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അവർ ഭക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ ഭാഗവതം പഠിക്കുന്നത് കൊണ്ട് മനുഷ്യ സമൂഹത്തിന് മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും. ഇത് ലോകത്തിന്റെ മുഴുവൻ ക്ലേശിക്കുന്ന മനുഷ്യരോടുള്ള സഹതാപത്താൽ ആണ് ഇത് രചിച്ചിട്ടുള്ളത്. ഇത് വായിക്കാനും പഠിക്കാനും പോലും സാധാരണക്കാർക്കൊന്നും സാധിക്കുകയില്ല. അത്രമേല ഒരു പരിശുദ്ധി ഉള്ള ആളുകൾക്ക് ഇന്നോ അല്ലെ പണ്ട് കാലത്ത് എന്തെങ്കിലും ചെയ്തിട്ടുള്ളതിന്റെ ഗുണം കൊണ്ടോ ഒക്കെയാണ് ഇത് വായിക്കാനുള്ള അവസരം പോലും നമുക്ക് കിട്ടുന്നത്. ഇനി പ്രഭു പറയും നല്ലപോലെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.